ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആധികാരികമായി ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിലെ, പ്രത്യേകിച്ചും പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിലൂടെ ഉള്ള ഒരു തീർത്ഥാടനമാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ബൈബിൾ പഠന തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകങ്ങളിലേക്ക്, മക്കബായരുടെ പുസ്തകങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മക്കബായരുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട ആമുഖ പഠനങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തു. എങ്കിലും ഇനി തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൂടുതൽ വ്യക്തതയോടെ കടന്നു വരുന്നതിന് ചരിത്രം അല്പമായി ഒന്നുകൂടി ഓർത്തെടുക്കാം. ഈ ചരിത്രത്തിൽ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ദാവീദ് എന്ന ഇസ്രായേലിലെ മഹാനായ രാജാവിൻ്റെ കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ദാവീദിൻ്റെ കാലത്ത് വലിയ യുദ്ധവിജയങ്ങൾ ഇസ്രായേലിന് സ്വന്തമായി. ഇസ്രായേൽ എന്ന മഹത്തായ ഒരു രാഷ്ട്രം ജെറുസലേം കേന്ദ്രമാക്കി സ്ഥാപിക്കപ്പെട്ടു. വളരെ വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു അക്കാലത്ത് ഇസ്രായേൽ. ഈ വിശാലമായ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച സോളമൻ രാജാവിൻ്റെ ഭരണകാലത്തും ഉണ്ടായി. പക്ഷേ സോളമൻ രാജാവിൻ്റെ മരണത്തിന് ശേഷം BC 930-31 കാലയളവിൽ ഇതാ ഈ മഹത്തായ സാമ്രാജ്യം 2 രാജ്യങ്ങളായി ഭിന്നിച്ച് വിഭജിക്കപ്പെട്ടു പോവുകയാണ്. വടക്ക് ഭാഗത്ത് 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്ന ഒരു രാജ്യവും തെക്ക് ഭാഗത്ത് യൂദ എന്ന രാജ്യവും ഉണ്ടായി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കമായിരുന്നു ഈ വിഭജിത രാഷ്ട്രങ്ങളുടെ ചരിത്രം. പിന്നീട് ഇങ്ങോട്ട് ഈ 2 രാജ്യങ്ങളും നിരവധി പ്രവാസങ്ങളെ, വിജാതീയ അധിനിവേശങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ടുണ്ടാകുന്നത് അസീറിയൻ പ്രവാസമാണ്. അസീറിയ എന്ന സാമ്രാജ്യം വടക്ക് ഭാഗത്ത് ഇസ്രായേൽ എന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തിയതോടെ അസീറിയൻ പ്രവാസത്തിന് നാന്ദി കുറിച്ചു. പിന്നീട് ബാബിലോൺകാർ തെക്ക് ഭാഗത്തെ യൂദ എന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തി ബാബിലോണിയൻ പ്രവാസം ആരംഭിക്കുന്നു. അസീറിയൻ സാമ്രാജ്യം, ബാബിലോണിയൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, ഇങ്ങനെ നിരവധി സാമ്രാജ്യങ്ങൾ ഈ ജനതയുടെ മേൽ അധീശത്വം പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാം. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് രാജാക്കന്മാർ പലരും ഇസ്രായേൽ ജനത്തോട് വലിയ അനുകമ്പ കാണിച്ചിട്ടുള്ള ആളുകളായിരുന്നു. വളരെ പ്രധാനമായി പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന സൈറസ് എന്ന മഹാനായ രാജാവിൻ്റെ കഥ നമ്മൾ മറ്റ് പുസ്തകങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് മഹത്തായ പേർഷ്യ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഉദയം ചെയ്യുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ എന്ന യവന രാജാവാണ്. ഗ്രീക്കുകാരനായിരുന്ന രാജാവ്. ഒരുപക്ഷേ ചുരുങ്ങിയ കാലയളവിൽ ദിഗ്വിജയം നേടിയ മഹാനായ ഒരു രാജാവായിരുന്നു, ചെറുപ്പക്കാരൻ കൂടിയായിരുന്ന അലക്സാണ്ടർ. പക്ഷേ
ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തൻ്റെ യൗവനത്തിൽ തന്നെ അകാലത്തിൽ അലക്സാണ്ടർ മരണമടയുകയാണ്. അലക്സാണ്ടർ മരണമടഞ്ഞതിന് ശേഷം അന്ന് അലക്സാണ്ടറിൻ്റെ പട്ടാളത്തിൻ്റെ ജനറൽമാരായി പ്രവർത്തിച്ചിരുന്ന 4 പേരിലേക്ക് ഭരണം കൈമാറ്റം ചെയ്യപ്പെടുന്നു. മഹത്തായ യവന സാമ്രാജ്യം 4 ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഈ 4 ജനറൽമാരിൽ ഒരാളുടെ പേര് സെലൂക്കസ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിലൂടെ പിന്നീട് സ്ഥാപിതമായി വളർന്ന് വന്ന ഒരു സാമ്രാജ്യമാണ് സെലൂസിഡ് സാമ്രാജ്യം എന്നത്. സെലൂസിഡ് സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെല്ലാം യവനവൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളവരായിരുന്നു. പക്ഷേ ആദ്യകാലത്ത് ഉള്ള സെലൂസിഡ് സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാരും യഹൂദരുടെ മതപരമായ കാര്യങ്ങളിൽ കൈകടത്തലുകൾ നടത്തിയിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതാ ഇപ്പോൾ ഈ സെലൂസിഡ് സാമ്രാജ്യത്തിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നു. അയാളുടെ പേര് അന്ത്യോക്കസ് എപ്പിഫാനസ് 4 എന്നാണ്. അന്ത്യോക്കസ് എപ്പിഫാനസ് 4 എന്ന രാജാവ് തൻ്റെ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി യഹൂദരുടെ മതപരമായ ആചാര അനുഷ്ഠാനങ്ങളിൽ കൈകടത്തുകയും തൻ്റെ യവന ഗ്രീക്ക് ആരാധനാ സമ്പ്രദായങ്ങളെ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും തൻ്റെ രാജ്യത്തെങ്ങും ഒരേ തരത്തിലുള്ള മതവിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും വേണം എന്ന് ശഠിക്കുകയും ചെയ്തു. ഇത് യഹൂദരുടെ ഇടയിൽ വലിയ ദുഃഖത്തിന്, ചെറുത്തുനിൽപ്പിന് കാരണമായി തീരുകയാണ്. അപ്പോൾ ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് 4 എന്ന ക്രൂരനായ ധിക്കാരിയായ രാജാവ്, വലിയ ഔദ്ധത്യം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം ജെറുസലേം എന്ന ദേവാലയ നഗരത്തെ യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയിലെ നഗരത്തെ പിടിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട, ദേവാലയത്തെ കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗമാണ് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഇനി നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. മക്കബായരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. ഈ സമയം സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാവരും വിശുദ്ധ ഗ്രന്ഥം എന്നോടൊപ്പം കയ്യിലെടുക്കുക. നമുക്ക് ഒരുമിച്ച് ഈ വചനഭാഗം ഒന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അന്ത്യോക്കസ് എപ്പിഫാനസ് ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവൻ ഔദ്ധത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്ക് കാലുകളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണ ധൂപ കലശങ്ങളും തിരശ്ശീലയും കിരീടങ്ങളും ദേവാലയ പുമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു. അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി. ഒളിച്ചു വച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി. അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ ഏറെ രക്തം ചൊരിഞ്ഞു. അവൻ്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റിനിന്നു. ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു. ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോദനമുയർന്നു. യുവതീ യുവാക്കന്മാർ തളർന്ന അവശരായി. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു.
മണവാളൻ വിലപിച്ചു, മണവറയിൽ മണവാട്ടി പ്രലപിച്ചു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറവുണ്ടു. യാക്കോബിൻ്റെ ഭവനം ലജ്ജാവൃതമായി. അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ എന്ന അഹങ്കാരിയായ ക്രൂരനായ സെലൂസിഡ് വംശത്തിലെ രാജാവ് ജെറുസലേം നഗരത്തിലും ജെറുസലേം ദേവാലയത്തിലും നടത്തിയ മതമർദ്ദനങ്ങളും എപ്രകാരമാണ് അയാൾ ജെറുസലേം ദേവാലയത്തെ കൊള്ളയടിച്ചത് എന്നും അതിൻ്റെ എല്ലാം അനന്തരഫലമായി ഇസ്രായേൽ ജനം അനുഭവിക്കേണ്ടി വന്ന യാതനകളുമാണ് ഈ തിരുവചനങ്ങളിൽ കുറിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഭാഗം ഇയാൾ ജെറുസലേം ദേവാലയത്തെ കൊള്ളയടിക്കുന്ന കാര്യമാണ്. ജെറുസലേം ദേവാലയത്തെ കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പത്തിൻ്റെ മേശയും പാനീയബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും തിരശീലകളും സുവർണധൂപ കലശങ്ങളും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചും അതിൻ്റെ രൂപഘടനയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, സോളമൻ രാജാവിൻ്റെ കാലത്താണ് ജെറുസലേമിൽ ദൈവമായ കർത്താവിന് വേണ്ടി അതിമനോഹരമായ ഒരു ദേവാലയം പണിയപ്പെടുന്നത്. തൻ്റെ പിതാവായ ദാവീദ് ജബൂസ്യരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത്, ജബൂസ്യനായ അരവ്ന, ഓർനാൻ എന്നുകൂടി പേരുള്ള വ്യക്തിയിൽ നിന്ന് പണം കൊടുത്ത് മേടിച്ച് സ്വന്തമാക്കിയ ഒരു കുന്നിൻ മുകളിൽ, മോറിയാദേശത്തെ കുന്നിൻ മുകളിലാണ് ജെറുസലേം എന്ന നഗരം പണിതുയർത്തപ്പെടുന്നത്. ആ നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ജെറുസലേം ദേവാലയം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ രൂപഘടനയും ജെറുസലേം ദേവാലയത്തിന് ഉള്ളിൽ ഉപയുക്തമാക്കിയ വസ്തുക്കളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ, അത് ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ കടന്നുപോയ കാലത്ത് ദൈവമായ കർത്താവ് മോശ വഴി നൽകപ്പെട്ട കാര്യങ്ങളാണ്. അക്കാലത്ത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം ഭാഗത്ത് വളരെ പ്രധാനമായി നമുക്കറിയാം, ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനമായി സ്വീകരിച്ചപ്പോൾ അവരുടെ മധ്യേ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ ദൈവമായ കർത്താവ് വസിക്കുമ്പോൾ അതിന് ഉപയുക്തമാക്കാൻ ശ്രമിക്കുന്ന കൂടാരം ദൈവമായ കർത്താവിന് വസിക്കാൻ ഉചിതമായ ഒന്നായിരിക്കണം. ഈ കൂടാരത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളായി ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറിയപ്പെടുന്നത് ഹോളി ഓഫ് ഹോളീസ്, സാങ്ക്തും സാങ്ക്തോരും എന്ന് അറിയപ്പെടുന്ന അതിവിശുദ്ധ സ്ഥലമായിരുന്നു. ആ അതിവിശുദ്ധ സ്ഥലത്തിനോട് ചേർന്ന് പിന്നീട് വരുന്ന 2-ാമത്തെ ഭാഗം ഹോളി പ്ലേസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ സ്ഥലം ആയിരുന്നു. ഈ അതിവിശുദ്ധ സ്ഥലത്തിനും ശേഷം പുറത്ത് ഉള്ള കൂടാരത്തിന് പുറത്തുള്ള ഔട്ടർ കോർട്ട്, പുറത്തുള്ള ഭാഗം, അവിടെയാണ് ബലികൾ, ദഹനബലികളും മറ്റ് കാഴ്ച ബലികളും മറ്റും നടന്നിരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നത് പോലെ ഈ ദേവാലയത്തിൻ്റെ, ഈ കൂടാരത്തിൻ്റെ ഈ അറ്റത്ത് അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പിന്നീട് പുറത്തെ ഔട്ടർ കോർട്ട്, പുറത്തുള്ള ഭാഗം. ഇനി ഈ കൂടാരം നിർമ്മിക്കപ്പെട്ട അതേ മാതൃകയിലാണ് ജെറുസലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടത് എന്നോർക്കുക. ഈ കൂടാരത്തിൽ എന്തെല്ലാം ഫർണിച്ചറുകൾ
ഈ കൂടാരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായിരുന്നോ അതേ വസ്തുക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ അതേ മാതൃകയിൽ തന്നെയാണ് ദേവാലയത്തിലും വസ്തുക്കൾ ക്രമീകരിക്കപ്പെട്ടത്. ദേവാലയത്തിൻ്റെ ഏറ്റവും പുറത്തെ ഔട്ടർ കോർട്ടിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഒരു ബ്രോൺസ് ഓൾട്ടർ, അതോടൊപ്പം തന്നെ ബ്രോൺസ് ബേസിൻ എന്നിവയായിരുന്നു. താമ്ര യാഗപീഠം, താമ്ര തൊട്ടി എന്ന് മലയാളത്തിൽ നമുക്ക് ഭാഷാന്തരം ചെയ്യാവുന്ന ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു വലിയ ബലിപീഠവും ഒരു വലിയ തൊട്ടി, നമ്മൾ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന ബേസിൻ പോലെയുള്ള ഒരു തൊട്ടിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലും 38-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിലും ഈ ബ്രോൺസ് ഓൾട്ടർ അഥവാ താമ്ര യാഗപീഠത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള നിർദ്ദേശവും ആ നിർദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതും പറയുന്നുണ്ട്. ക്ഷാളനപാത്രമായിരുന്ന ബ്രോൺസ് ലാവർ, അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ 30-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിലും അത് നിർമ്മിക്കപ്പെട്ടതിനെക്കുറിച്ച് 38-ൻ്റെ 8-ലും പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ കൂടാരം നിർമ്മിക്കപ്പെട്ട സമയത്തും പിന്നീട് ദേവാലയം നിർമ്മിക്കപ്പെട്ടപ്പോഴും ഇതിൻ്റെ ഔട്ടർ കോർട്ടിൽ അഥവാ ഇതിൻ്റെ പുറത്തുണ്ടായിരുന്ന ഭാഗത്ത് പ്രധാനമായും ഉണ്ടായിരുന്നത് യാഗപീഠം, താമ്ര യാഗപീഠം അഥവാ ബ്രോൺസ് ഓൾട്ടർ, അതോടൊപ്പം തന്നെ ഒരു ക്ഷാളന പാത്രവുമായിരുന്നു. ഈ യാഗപീഠത്തിലാണ് ആടുകളും കാളകളും ഉൾപ്പെടെയുള്ള ദഹനബലിക്കുള്ള മൃഗങ്ങൾ കൊല്ലപ്പെട്ട് അവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നത്. സ്വാഭാവികമായും പുരോഹിതൻ ഇത്തരത്തിലുള്ള ബലി അർപ്പണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുരളുന്ന രക്തവും മറ്റ് മാലിന്യങ്ങളുമൊക്കെ കഴുകിക്കളയുന്നതിന് വേണ്ടിയാണ് ക്ഷാളനപാത്രം ഇതേ സ്ഥലത്ത് സജ്ജീകരിക്കപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് ഈ കൂടാരത്തിൻ്റെ അഥവാ ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് വരാം. കൂടാരത്തിൻ്റെ അഥവാ ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫർണിച്ചറുകളുടെ പേര് ആദ്യം ഇംഗ്ലീഷ് ഭാഷയിലും പിന്നീട് അത് മലയാള ഭാഷയിലും ഞാൻ പറയാം. ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫർണിച്ചറുകൾ, ഒന്ന് ടേബിൾ ഓഫ് ഷോ ബ്രെഡ്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന ഒരു മേശയാണ്. രണ്ടാമത്തെ ഒരു ഫർണിച്ചർ ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്, സ്വർണത്തിൽ നിർമ്മിതമായ ഒരു വിളക്കുകാൽ. ആ വിളക്കുകാൽ 7 തിരികളുള്ള വിളക്കുകാലാണ്. ഈ 7 തിരികളുള്ള വിളക്കുകാലിനെ ഹെബ്രായ ഭാഷയിൽ വിളിക്കുന്ന പേര് മെനോര എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫർണിച്ചർ ഈ ദേവാലയത്തിൻ്റെ ഉൾഭാഗത്ത് വിശുദ്ധ സ്ഥലത്ത് ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂമയാഗപീഠം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് കാഴ്ചയപ്പത്തിൻ്റെ മേശ അഥവാ തിരുസാന്നിധ്യപ്പത്തിൻ്റെ മേശ, സ്വർണ്ണ വിളക്ക്, മെനോര എന്നറിയപ്പെടുന്ന സ്വർണ്ണ വിളക്ക്, പിന്നീട് ധൂപം അർപ്പിക്കപ്പെടുന്ന സ്വർണ്ണനിർമ്മിതമായ, സ്വർണ്ണത്താൽ കവചിതമായ ഒരു ധൂപപീഠം. ഈ 3 കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 25 അധ്യായത്തിൻ്റെ 23 മുതൽ 30 വരെയുള്ള തിരുവചനത്തിലും 37-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിലും കാഴ്ചയപ്പത്തിൻ്റെ മേശ അഥവാ തിരുസാന്നിധ്യപ്പത്തിൻ്റെ മേശയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മെനോര എന്ന വിളക്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളിലും 37-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്.
സ്വർണ്ണ കവചിതമായ ധൂപപീഠത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലും 37-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് ആദ്യകാലത്ത് കൂടാരത്തിൽ ആയിരുന്നപ്പോഴും പിന്നീട് ദേവാലയം നിർമ്മിക്കപ്പെട്ടപ്പോഴും വിശുദ്ധ സ്ഥലം അഥവാ ഹോളി പ്ലേസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫർണിച്ചറുകൾ തിരുസാന്നിധ്യപ്പത്തിൻ്റെ അഥവാ കാഴ്ചയപ്പത്തിൻ്റെ മേശ, സ്വർണ്ണ വിളക്ക് മെനോര, ധൂപപീഠം എന്നിവയായിരുന്നു. ഈ ധൂപപീഠത്തിലാണ്, നിങ്ങൾക്കത് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും, ഇതാണ് മെനോര എന്നറിയപ്പെടുന്ന 7 തിരിയുള്ള വിളക്ക്. ഇവിടെ കാണുന്നതാണ് തിരുസാന്നിധ്യപ്പത്തിൻ്റെ മേശ അഥവാ കാഴ്ചയപ്പത്തിൻ്റെ മേശ. ഇവിടെ കാണുന്ന ഈ പീഠമാണ് സ്വർണ്ണ ധൂപപീഠം. എല്ലാ ദിവസവും കുറി കിട്ടുന്നതനുസരിച്ച് പുരോഹിതന്മാർ ഇവിടെ വന്ന് ദൈവത്തിന് പ്രഭാത ബലിയും സായാഹ്ന ബലിയും ധൂപമായി സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചുകൊണ്ട് നൽകുമായിരുന്നു. പുതിയ നിയമത്തിൽ സഖറിയ എന്ന യോഹന്നാൻ്റെ പിതാവ് പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് തനിക്ക് കിട്ടിയ കുറി അനുസരിച്ച് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപമർപ്പിച്ചതിനെക്കുറിച്ചും അവിടെ വെച്ച് ദൈവത്തിൻ്റെ മാലാഖ അയാളോട് സംസാരിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നത് ഇവിടെ വെച്ചാണ്, ഈ ധൂപപീഠത്തിൻ്റെ അടുത്ത് വെച്ചാണ്. ഈ 3 പ്രധാനപ്പെട്ട ഫർണിച്ചറുകളുമുള്ളത് ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന ഭാഗത്താണ്. അടുത്തതായി നമ്മൾ ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ കൂടാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പ്രധാനമായും അവിടെ ഉണ്ടായിരുന്നത് ആർക്ക് ഓഫ് ദ കവനൻറ്റ്, ഉടമ്പടിയുടെ പേടകവും മേഴ്സി സീറ്റ്, കിപ്പോറത്ത് എന്നുകൂടി അറിയപ്പെട്ടിരുന്ന മേഴ്സി സീറ്റ്, ഈ 2 കാര്യങ്ങളാണ്. നിയമപേടകം അഥവാ ആർക്ക് ഓഫ് ദ കവനൻറ്റ്, ഉടമ്പടിയുടെ പേടകം എന്നുകൂടി അറിയപ്പെടുന്ന ആർക്ക് ഓഫ് ദ കവനൻറ്റ്. രണ്ടാമത്തത് കൃപാസനം, മേഴ്സി സീറ്റ്, സീറ്റ് ഓഫ് മേഴ്സി എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന കൃപാസനം. നിയമപെട്ടകത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം 10-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെയും 37-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിലും എപ്രകാരമാണ് ആർക്ക് ഓഫ് ദ കവനൻറ്റ് അഥവാ ഉടമ്പടിയുടെ പേടകം, നിയമപേടകം നിർമ്മിക്കപ്പെട്ടത്, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും അതിനുള്ളിലുണ്ടായിരുന്നത് സ്വർണം പൊതിഞ്ഞ ഒരു പേടകമായിരുന്നിത്. അതിനുള്ളിലാണ് മോശ നൽകിയ 10 കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകകൾ ഉണ്ടായിരുന്നത്. അഹറോൻ്റെ വടി, മന്ന എന്നിവ ഈ പേടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. കൃപാസനം അഥവാ സീറ്റ് ഓഫ് മേഴ്സി, കിപ്പോറത്ത് എന്ന് പറയുന്നത് 2 കെരൂബുകൾ ചിറക് വിടർത്തിയതിൻ്റെ മധ്യഭാഗത്തായി ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട സ്ഥലമാണ്. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം 17 മുതൽ 22 വരെയും 37-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുമുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. പിന്നീട് ഈ കൂടാരത്തോട് ചേർന്നുണ്ടായിരുന്ന മറ്റ് കാര്യങ്ങൾ പ്രധാനമായും തിരശ്ശീലകൾ, പുറത്തെ തിരശ്ശീലകൾ, തൂണുകൾ, മറ്റ് വിരികളും മറ്റൊക്കെയാണ്. ഇനി നമ്മൾ വായിച്ച തിരുവചന ഭാഗത്തേക്ക് വരാം. ഇവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അവൻ പറയുന്നത് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചാണ്. അവൻ ഔദ്ധത്യത്തോടെ അഹന്തയോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും, അതായത് ധൂവാർപ്പണം നടത്തുന്ന ആ ബലിപീഠവും, സ്വർണം കൊണ്ട് പൊതിഞ്ഞ ബലിപീഠവും, വിളക്ക് കാലുകളും, ഞാൻ നേരത്തെ കാണിച്ച മെനോരയും, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. എന്തുകൊണ്ട്? കാരണം ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, പൊതിയപ്പെട്ടിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിലാണ്. തിരുസാന്നിധ്യപ്പത്തിൻ്റെ മേശയും പാനീയബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണ
ധൂപകലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു എന്നാണ് പറയുന്നത്. സ്വർണവും വിലപിടിപ്പ് ഉള്ള നൂലുകളും ഒക്കെയായി നിർമ്മിക്കപ്പെട്ട അതെല്ലാം, ദേവാലയത്തിൽ വലിയ മൂല്യമായിട്ടുണ്ടായിരുന്നതെല്ലാം കൊള്ളയടിക്കുന്ന അന്ത്യോക്യസ് എപ്പിഫാനസിനെയാണ് ഈ തിരുവചന ഭാവം പരിചയപ്പെടുത്തുന്നത്. താൻ കീഴടക്കുന്ന ദേശങ്ങളിലെ അവിടുത്തുകാരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുന്ന പതിവ് അന്ത്യോക്യസ് എപ്പിഫാനസ് ഉണ്ടായിരുന്നു. ജെറുസലേം ദേവാലയം കൊള്ളയടിക്കുക മാത്രമല്ല, ദേവാലയം അശുദ്ധമാക്കാനും അന്ത്യോക്യസ് എപ്പിഫാനസ് ശ്രമിക്കുക. ഇത് ജെറുസലേം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആളുകളിൽ വലിയ ദുഃഖം ഉളവാക്കി. ആ ദുഃഖത്തെക്കുറിച്ച് പറയുന്നു. ഭരണാധികാരികളിൽ നിന്ന് ദീനരോധനമുയരുന്നു. യുവതി യുവാക്കന്മാർ തളർന്നവശരാകുന്നു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറവുണ്ടു. യാക്കോബിൻ്റെ ഭവനം ലജ്ജാവൃതമായി. ഇതിനോട് ജനം എപ്രകാരമാണ് പ്രതികരിക്കുന്നത് എന്ന് ഈ അധ്യായത്തിൻ്റെ തുടർന്ന് വരുന്ന ഭാഗത്ത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും.